സഹോദരങ്ങളെ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്ന ഫിത്ർ സക്കാത്ത് ഏകദേശമുള്ള എല്ലാവർക്കും നിർബന്ധമാ. പെരുന്നാളിൻ്റെ അന്ന് കഴിക്കാനും ധരിക്കാനും നിന്റെ സർവ്വ ചെലവുകളും കഴിഞ്ഞ് ഒരു മാന്യമായ തുക 10,000, 10,000, 20,000, 25,000 രൂപ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നിനക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാ. അത് ആർക്കെങ്കിലുമല്ല, അതിന്റെ അവകാശികളെ കണ്ടെത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ പെരുന്നാൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കൂടെ ഞാനും നിങ്ങളും തയ്യാറാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോൾ ആ റമളാനിനെ നല്ല രീതിയിൽ യാത്രയാക്കുക. പെരുന്നാളിന്റെ ആഘോഷം കടന്നു വരുമ്പോൾ പെരുന്നാൾ ആഘോഷത്തിന്റെ ദിവസമാണ്, അടിച്ചുപൊളിയുടെ ദിവസമാണ് എന്ന് ഞാനും നിങ്ങളും കരുതുമ്പോൾ ഒരിക്കലും പെരുന്നാൾ സന്തോഷത്തിന്റെ ദിവസമാ, ആഘോഷത്തിന്റെ ദിവസമാ. പക്ഷെ അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാകണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒരു മാസക്കാലമായി എൻ്റെ പ്രിയപ്പെട്ടവരെ നോമ്പുകാരായിരുന്നവർ തീരുമാനിച്ചിരിക്കുകയാ, റമളാൻ പെരുന്നാളായി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് കറങ്ങാൻ പോകണം. എത്ര വഖത്ത് നിസ്കാരം കളയുന്നു, ളുഹറുമില്ല അസറുമില്ല, കറങ്ങാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നവരുണ്ട്. പടച്ചവനെ ഒരു മാസക്കാലമായി സിനിമ കാണാതിരിക്കുന്നവരുണ്ട്. പുതിയ പുതിയ സിനിമകളുടെ ആടുജീവിതം കാണുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സിനിമ കാണാൻ വേണ്ടിയിരിക്കുന്നവർ റമളാൻ കഴിഞ്ഞു അൽഹംദുലില്ലാ കുടുംബസമേതം സിനിമയ്ക്ക് പോകുന്നവരുണ്ട്, കറങ്ങാൻ പോകുന്നവരുണ്ട്, നിസ്കാരം കളയാക്കുന്നവരുണ്ട്, ബീച്ചിലും പാർക്കിലുമായി കറങ്ങി നടക്കുന്നവരുണ്ട്. എല്ലാം നിങ്ങൾ ചിന്തിക്കടോ, പൂർവാധികം ശക്തിയോടെ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കാൻ വരികയാ. അവന്റെ ചതിയിൽ നമ്മൾ പെട്ടുപോകരുത്, അവന്റെ ചതിയിൽ നമ്മൾ പെട്ടുപോകരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കതുകൊണ്ട് ആ ശൈത്താനിന്റെ അടിമയാകാതിരിക്കാൻ നമ്മൾ തയ്യാറാകണം, നന്മകൾ ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.